ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സാഹിത്യവേദി. പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ വിജു കൊന്നമൂട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും യു സന്ധ്യ എഴുതി അവതരിപ്പിക്കുന്ന കഥയും ജ്യോതിലക്ഷ്മി പുനലൂർ എഴുതി അവതരിപ്പിച്ച കഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം വിജു കൊന്നമൂട് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത അതിജീവനത്തിന് ഒരു ശ്രമം. സമുദ്രം ആഴ്ന്ന് പരന്ന് രസമാണതങ്ങനെ, നിങ്ങളതിൽ കണ്ണു നട്ടിരിക്കണം ഒരു നിമിഷം, മിഴികളനക്കാതെ നിശ്ചലതയിൽ. മറക്കും മനുഷ്യനെന്ന വികാരം, പൊടിക്കും കവരമുള്ള വാൽ, മുളയ്ക്കും മൂർച്ചയുള്ള ചിറക്, ചലിക്കും ചെതുമ്പൽ കായം, അന്തം വിട്ടാസ്വദിക്കും ആ നീലിമത്തൻ ആഴഭംഗി. ഭയക്കും ഭീകരാകൃതികൾ കണ്ട് പവിഴപ്പുറ്റിലൊളിക്കും ഉയർകൊതിച്ച്. ഒരിക്കലും നോക്കരുത് നിങ്ങൾ തിരിഞ്ഞ്, ഒരിക്കലും നോക്കരുത് നിങ്ങൾ തിരിഞ്ഞ്. മനസ്സിൽ ഉണ്ടാകയുമരുത് മനുഷ്യനെന്ന തോന്നൽ, മനസ്സിൽ ഉണ്ടാകയുമരുത് മനുഷ്യനെന്ന തോന്നൽ. ഉണ്ടായെന്നാൽ ശ്വാസം മുട്ടിപ്പിടയ്ക്കും, ഉപ്പുവെള്ളം കുടിച്ച് കുടൽ പെരുക്കും, ചത്ത് മലർന്ന് കണ്ണ് തുറിക്കും. ആകയാൽ മനസ്സിലുണ്ടാകരുത് മനുഷ്യനെന്ന തോന്നൽ, ആകയാൽ മനസ്സിലുണ്ടാകരുത് മനുഷ്യനെന്ന തോന്നൽ. മനുഷ്യനെ അല്ലാത്തവൻ ഞാൻ, ആഴങ്ങൾ ആഴങ്ങൾ താണ്ടി നീന്തി തുടിച്ച് രസിക്കുന്നിതിപ്പോഴും. മനുഷ്യനെ അല്ലാത്തവൻ ഞാൻ, ആഴങ്ങൾ ആഴങ്ങൾ താണ്ടി നീന്തി തുടിച്ച് രസിക്കുന്നിതിപ്പോഴും. മുകൾ പരപ്പിലെത്തണം ശ്വസിക്കണം ചില വേളകൾ എനിക്കും, മുകൾ പരപ്പിലെത്തണം ശ്വസിക്കണം ചില വേളകൾ എനിക്കും. വലക്കുരുക്കുമായി പതിയിരുപ്പുകൾ ഭയക്കുന്നുണ്ട് ഞാനെങ്കിലും, വലക്കുരുക്കുമായി പതിയിരുപ്പുകൾ ഭയക്കുന്നു ഞാൻ എങ്കിലും. അടുത്ത കവിത പലായനം. പൂവ് പോലുള്ള കുഞ്ഞിന് കളിക്കാൻ പ്ലാസ്റ്റിക്കിലൊരു തോക്കും JCBയും. നിരനിരയായി ജാഥ പോകുന്ന ചോരൻ കൂട്ടത്തിന് നടുവിലൂടെ അവന്റെ തോക്കുകളിൽ നിന്നും ഉണ്ടകൾ അവിശ്രമം ഉതിർന്നു. ഓരോ ഉറുമ്പും വീഴുമ്പോൾ അവൻ തന്റെ കുഞ്ഞിക്കൈ കൊട്ടി ആർത്ത് ചിരിച്ചു. അവന്റെ JCB അവയെ വാരിക്കൂട്ടി വായിലാക്കി വെളിയിൽ കളഞ്ഞു. അവന്റെ JCB അവയെ വാരിക്കൂട്ടി വായിലാക്കി വെളിയിൽ കളഞ്ഞു. കുഞ്ഞും JCBയും തോക്കും മറഞ്ഞപ്പോൾ അവശേഷിച്ച ശരീരങ്ങളുമായി അവശേഷിച്ച ഉറുമ്പുകൾ അടുത്ത മുറിയിലേക്ക് വിലാപയാത്ര നടത്തി. കുഞ്ഞും JCBയും തോക്കും മറഞ്ഞപ്പോൾ അവശേഷിച്ച ശരീരങ്ങളുമായി അവശേഷിച്ച ഉറുമ്പുകൾ അടുത്ത മുറിയിലേക്ക് വിലാപയാത്ര നടത്തി. പാലായനം എന്ന കവിതയെ തുടർന്ന് അടുത്ത കവിത തുണിക്കടയിലെ പെൺകുട്ടി. ആർദ്രത നിറഞ്ഞ ഒരു വല്ലാത്ത സ്നേഹത്തോടെ സാറേ എന്ന് വിളിച്ചപ്പോഴാണ് പിന്നീട് ഞാൻ അവളെ കണ്ടത്. ബസ് സ്റ്റാൻഡിൽ ഒരു രാത്രി നേരത്ത്. എനിക്കറിയാം, 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ക്ലാസ്സിൽ ഒരു ശല്യവും ഉണ്ടാക്കാതെ ഒതുങ്ങിക്കൂടിയ സുന്ദരിക്കുട്ടി, പഠിക്കാൻ മോശമായിട്ടും എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി. എനിക്കറിയാം, 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ക്ലാസ്സിൽ ഒരു ശല്യവും ഉണ്ടാക്കാതെ ഒതുങ്ങിക്കൂടിയ സുന്ദരിക്കുട്ടി, പഠിക്കാൻ മോശമായിട്ടും എനിക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി. നിരന്തരം അവളെ കൊണ്ട് പാഠം വായിപ്പിച്ചിട്ടോ പഠിക്കണമെന്നോതി തയമ്പിച്ചിട്ടോ ഒരു ദിവസം മുതൽ അവളെ പിന്നെ കണ്ടിട്ടേയില്ല. പിന്നെ അവളങ്ങനെ മനസ്സിൽ മറവ് ചെയ്യുകയാണ്. രാത്രിയിലെ സാറേ വിളി പതിവായി വന്നപ്പോഴാണ് ഇപ്പോൾ എന്തു ചെയ്യുന്നുവെന്ന് ഞാൻ തിരക്കിയത്. നെടുമങ്ങാട്ടെ തിരക്കേറിയ തുണിക്കടയിൽ ജോലി ചെയ്യുകയാണത്രേ. ഇപ്പോൾ ഞാൻ അവളെ എന്നും ശ്രദ്ധിക്കും. മുഖത്ത് ത്രൈണ വികാരങ്ങളൊന്നും വരാതെ ഒരു പെൺകുട്ടിക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ കഴിയുമോ? ഒരു പക്ഷേ ജീവിതാനുഭവത്തിൽ നീ ഗുരുവും ഞാൻ ശിഷ്യനുമായിരിക്കുമോ? ഒരു കവിത കൂടി കേൾക്കാം.
പ്രണയമാരുതൻ. ഒരു തൈമരം നിറയെ ഇലകളാൽ കൗമാരമോഹങ്ങളാൽ ദിവാസ്വപ്നം കാണുകയായിരുന്നു. ഉണർന്നിരുന്നിട്ടും അത് മറ്റാരെയും കാണുന്നില്ല. അവന്റെ ചില പ്രണയചിന്തകൾ ഇലകളിൽ രോമാഞ്ചമുണ്ടാക്കി. ഒരു തൈമരം നിറയെ ഇലകളാൽ കൗമാരമോഹങ്ങളാൽ ദിവാസ്വപ്നം കാണുകയായിരുന്നു. ഉണർന്നിരുന്നിട്ടും അത് മറ്റാരെയും കണ്ടില്ല. അവന്റെ ചില പ്രണയചിന്തകൾ ഇലകളിൽ രോമാഞ്ചമുണ്ടാക്കി. അത് കാറ്റായി പടർന്നുപോയി തന്റെ പെൺമരത്തിന്റെ കാതിൽ ഇക്കിളിയിട്ട് പുളയിച്ചു. അത് കാറ്റായി പടർന്നുപോയി തന്റെ പെൺമരത്തിന്റെ കാതിൽ ഇക്കിളിയിട്ട് പുളയിച്ചു. കണ്ടുനിന്ന നുണയൻ മരം നിന്ന നിൽപ്പിനു തന്നെ അടുത്ത കണ്ട മരത്തെ തൊട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. കണ്ടുനിന്ന നുണയൻ മരം നിന്ന നിൽപ്പിനു തന്നെ അടുത്ത് കണ്ട മരത്തെ തൊട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇലകളിൽ നിന്ന് ഇലകളിലേക്ക് അതങ്ങനെ രസമുള്ള നുണയായി പടർന്നുപോയി. ഇലകളിൽ നിന്ന് ഇലകളിലേക്ക് അതങ്ങനെ രസമുള്ള നുണയായി പടർന്നുപോയി. കൗമാരക്കാരനും അവന്റെ പെണ്ണിനും നാണം വന്നു. അവരങ്ങനെ മിഴികൾ പൂട്ടി കുനിഞ്ഞു നിന്നു, വിരൽ ചിത്രം വരയ്ക്കാൻ പാകത്തിന്. വിജു കൊന്നമൂട് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്.